ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കലാണല്ലോ. മഴയേക്കാൾ കൂടുതൽ ശക്തമായ കാറ്റും വലിയ പേമാരിക്കും കൊടുങ്കാറ്റിന് ശേഷം ഇന്നാണൊന്ന് സൂര്യനെ കണ്ടത്. അപ്പൊ ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ബീന ടീച്ചറിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. വീട്ടിലേക്ക് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പറമ്പിലേക്ക് എന്ന് പറയണതായിരിക്കും ശരി, കാരണം ഇത് ടീച്ചറിന്റെ വീടിന്റെ ബാക്ക് സൈഡ് ആണ്. ബീന ടീച്ചർ ഇവിടെ പാലക്കാട് PMGയിലും കൽപ്പാത്തി സ്കൂളിലൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. ടീച്ചർ റിട്ടയർഡ് ആയിരുന്നുവെങ്കിലും നമ്മൾ ഇവിടെ എല്ലാവരും ടീച്ചർ തന്നെയാണ് വിളിക്കാറുള്ളത്. മഴയ്ക്കൊരു ക്യാപ്പ് കിട്ടിയപ്പോ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇവനെ പറിച്ചെടുക്കാനാണ് കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായില്ലേ? ചേനയുടെ ഇലയാണ്. ചേന മാത്രല്ലാതെ ചേനയുടെ തണ്ടും ചേനയുടെ ഇലയും എല്ലാം കറി വെക്കാൻ പറ്റുന്നതാണല്ലേ. അതേപോലെ തന്നെ അത് പറിച്ചെടുക്കുന്നതും ശ്രദ്ധിച്ചിട്ട് തന്നെ വേണമല്ലോ. ചേനയെ പോലെ തന്നെ ഇതിന്റെ ഇലയ്ക്കും തണ്ടിനും എല്ലാം ചൊറിച്ചിലുണ്ടല്ലോ. ആദ്യം പറിച്ചെടുത്തത് വലിയൊരു ചെടിയെന്നായതുകൊണ്ട് തന്നെ അത് കുറച്ച് മൂത്തു പോയോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കുഞ്ഞു ചെടികളാണ് കേട്ടോ പറിച്ചെടുത്തത്. അതാവുമ്പോ അധികം മൂത്തിട്ടില്ല, ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവുമല്ലോ. ഈ കർക്കിടക മാസത്തിൽ ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കണമെന്നാണല്ലോ പറയാറുള്ളത്. ഈ കർക്കിടകത്തിന് വേണ്ട ഒരുവിധം ഇലകളൊക്കെ സത്യത്തിൽ ആ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. ഇതും ഒരു ചീരയാണ് കേട്ടോ. നമ്മളിവിടെ പറയാറുള്ളത് മണത്തങ്കാളി എന്നാണ്. ഈ മണിത്തക്കാളി എന്നൊക്കെ പറയാറുള്ളതും ഇതിനെ തന്നെയാണോ എന്നുള്ളത് അറിയില്ല. ഇതിനകത്ത് തക്കാളി പോലെ കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. മണത്തങ്കാളിയുടെ ഇല ഉപ്പേരി ഉണ്ടാക്കാനും അതിനകത്ത് ഉണ്ടാവാറുള്ള ആ കായ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. പിന്നെ ഇതും ഒരു ചീരയാണ് കേട്ടോ. ഇതിന്റെ പേര് പൊന്നാങ്കണ്ണി എന്നാണ് ടീച്ചർ പറഞ്ഞത്. സ്ഥലം വളരെ കുറവാണെങ്കിലും ഉള്ള സ്ഥലങ്ങളില് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ടീച്ചർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തൊവരയും ഇഞ്ചിയും വെണ്ടയും പയറും അങ്ങനെ പല സാധനങ്ങളും സ്ഥലമില്ലാത്തത് ഗ്രോ ബാഗിലാക്കിയിട്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രല്ല കേട്ടോ, പ്ലാവിന്റെ ഒരു 2-3 വെറൈറ്റിയും ഈ പറമ്പിൽ നിൽക്കുന്നുണ്ട്. ചക്ക സീസൺ ആവുന്ന സമയത്ത് അതിലൊരു പങ്ക് നമുക്കും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉപ്പേരി ചേമ്പ് എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇതിന്റെ ഇലം ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണത്രേ. ഞാനിത് ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം. അയ്യോ, ഈ ചെടിയുടെ പേരെന്തോ പറഞ്ഞിരുന്നു കേട്ടോ, ഞാനിത് മറന്നുപോയി. ഇത് വെള്ള കളറിൽ നല്ല മണമുള്ള ഒരു പൂ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ. പിന്നെ ഈ ചീരയെ നമ്മൾ പറയാറുള്ളത് അടുക്കള ചീര എന്നാണ്. പ്രഷർ ചീര എന്നും പറയാറുണ്ട് കേട്ടോ ഇവിടെ. ഇത് പ്രഷർ ഉള്ളവരൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയാറുള്ളത്. ദാ ആ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ വീട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ടീച്ചറുടെ വീട് വരുന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് കയറി വന്ന ഒരു ഗേറ്റ് ഉണ്ടല്ലോ ഈ വീടിന്റെ ബാക്ക് വശത്തുള്ളത്, അത് അവിടെ വെച്ചിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മളുടെ അങ്ങോട്ടൊക്കെ ഇറങ്ങി വരാനുള്ള എളുപ്പത്തിനായിട്ട് ടീച്ചർ അത് പണിയിപ്പിച്ചതാണ്. കാണാൻ ഇത്ര അടുത്താണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് വശത്തൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റി വേണം വരാൻ. അത് ഒഴിവാക്കാനായിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ ഈ മതിൽ പൊളിച്ച് ഗേറ്റ് ഇവിടെ വെച്ചിട്ട്. ഏതോ ഒരു വെറൈറ്റി ഇനം ചാമ്പയും റംബൂട്ടാനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ടായിട്ട് വേണം കഴിക്കാൻ. ഇത് കണ്ടോ, വാഴ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കിട്ടാറുള്ളത് വാഴപ്പഴമാണ് കേട്ടോ. ഇതിനകത്ത് ഉണ്ടാവുന്നത് കുഞ്ഞു കൊലയാണെന്നുണ്ടെങ്കിലും അതിലൊരു പങ്ക് ടീച്ചർ നമുക്ക് എത്തിക്കാറുണ്ട് കേട്ടോ. ഇത് വീടിന് പുറകു വശത്ത് കുറച്ച് പൂച്ചെടികൾ കൂടെ ടീച്ചർ വെച്ച് പിടിപ്പിച്ചതാണ്. നമ്മൾ പോകുന്ന സമയത്ത് അതിനകത്ത് പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പൂക്കൾ മാത്രല്ലാതെ അവരുടെ ഇടയിൽ കുറച്ച് പച്ചമുളക് തൈകൾ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വീടിന്റെ ബാക്ക് വശാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. വീടിന്റെ ഫ്രണ്ട് വശത്തും ഗാർഡനിങ് ഒക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മോന്റെ ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ട് ചെയ്തത് അവിടെ നിന്നാണ്. അത് മാത്രല്ലാതെ ക്രിസ്മസിന്റെ സമയത്ത് ഞാൻ മോന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിരുന്നത് കേട്ടോ. ഇത്രയും സമയം ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ആളെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വേറൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതിന്റെ പ്രധാന ഉദ്ദേശം ചേനല പറിക്കലാണല്ലോ. ഇവിടെ ഇറങ്ങിയപ്പോൾ വേറെ ചെടികളും കൂടെ കണ്ടപ്പോൾ അതുകൂടെ അങ്ങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അവിടെ നിന്ന് വീഡിയോ എടുക്കലും സംസാരിക്കലും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോ വേഗം പോയിട്ട് ഇതുകൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. വീടെത്തിയതും ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. ചേനയിലയെ നന്നായിട്ട് അങ്ങ് കഴുകിയെടുത്തു. കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിനകത്ത് മണ്ണെല്ലാം തെറിച്ചിരുന്നു. മണ്ണൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകി കളഞ്ഞു കേട്ടോ. നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ട് അതിൽ വെള്ളമെല്ലാം പോയപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ചേന മുറിക്കണ സമയത്ത് ചൊറിയാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ഇല മുറിക്കണ സമയത്തും ചൊറിച്ചിലുണ്ടായിരുന്നു. ഇല മുറിച്ച ശേഷം ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ട് ഒട്ടും തന്നെ സമയം കളയാതെ കുക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പില
അതിലേക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ചെറിയുള്ളി അരിഞ്ഞതുമാണ് ഇട്ട് കൊടുത്തത്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ എരിവിനായിട്ട് 3-4 വറ്റൽമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുത്തു. വഴന്നു വന്നപ്പോൾ അതിലേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 സ്പൂൺ അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുത്തു. ആ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയുടെ ഇല കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ചേനയുടെ ഇല കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തപ്പോൾ ഈ ഒരു പാത്രത്തിനകത്ത് നിറച്ച് നിൽക്കുന്നത് കണ്ടോ. ഇനി ഇത് വെന്ത് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലും ആവും അല്ലേ. ഈ ഇളക്കിയെടുക്കുന്ന സമയത്ത് തന്നെ അത് ചൂടായും വരുന്നുണ്ടല്ലോ, അപ്പൊ തന്നെ അതിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്തിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചു. 4-5 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നപ്പോൾ തന്നെ ചേനയുടെ ഇല ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ തേങ്ങ ചിരകിയത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം നല്ല രീതിയിൽ ഇളക്കിയെടുത്താൽ തന്നെ ചേനയില തോരൻ റെഡിയായി. കർക്കിടക മാസം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.